അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നല്ല റോൾസ് ചെയ്തു, ഇപ്പൊ സജീവമായിട്ട് നമ്മുടെ മലയാളത്തിലുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കണേ, എന്തെങ്കിലും നമ്മുടെ മോളിവുഡില് പവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ടോപ്പ് ഇപ്പോ ഫേമസ് ബെസ്റ്റ് ഡയറക്ടേഴ്സ് അങ്ങനെ, അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടേഴ്സ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് പലപ്പോഴും പവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉള്ളൊരു ആ ഒരു ഫ്രീഡം എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവരിപ്പോ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ അവരെത്താൻ ചെറിയൊരു പരിപാടി ആയിരിക്കത്തില്ല. അപ്പൊ ഒരു 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 പൊസിഷനിൽ നമ്മൾ എത്താൻ നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ആ പൊസിഷൻ അവർക്ക് കൊടുക്കുന്ന കുറച്ച് പ്രിവിലേജസ് ഉണ്ടാവും. അത് യൂസ് ചെയ്യുന്നതൊന്നും ഒരിക്കലും പവർ യൂസ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷെ ആ പ്രിവിലേജസ് കൊണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വലിയ വലിയ സ്റ്റാർസുമായിട്ട് ഒരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആ പവർ ഉള്ള ആൾക്കാർക്ക് നടക്കത്തുള്ളൂ. ഇപ്പൊ പലരും ഒരു റൈറ്ററിന് അവരുടെ അടുക്ക് ഒരു കഥ പറയാൻ ഇതുണ്ടെങ്കിൽ ആക്സസബിൾ ആണെന്നൊക്കെ പറയുന്നത് അത് ആ പറച്ചിലിന് വേണ്ടി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അവർക്ക് വേണമെന്ന് വെച്ചാൽ അതിനുള്ള ഒരു സ്പേസ് ഇല്ല. 24 മണിക്കൂറേ ഉള്ളൂ. അവര് മലയാളത്തിൽ വർക്ക് ചെയ്യുന്നു, തമിഴ് വർക്ക് ചെയ്യുന്നു, തെലുങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ സാധാരണക്കാരനായ അല്ല ഒരു പുതിയതായിട്ട് വരുന്ന ഒരു റൈറ്ററിന് ഒരു കഥ പറയാനോ അവർക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും, പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അല്ലാതെ തന്നെ എൻ നമ്പർ ഓഫ് പ്രോജക്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ ദം. അപ്പൊ അവര് അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് കൊടുക്കുമോ 10 മിനിറ്റ്, ഇല്ലാത്ത 10 മിനിറ്റ് ഉണ്ടാക്കി കൊടുക്കണം. 10 മിനിറ്റ് കൊടുത്തിട്ടും കാര്യമില്ല, മിനിമം ഒരു 1.5 hours കൊടുക്കും. അപ്പൊ അത് ലക്കാണ്. പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് തന്നെ വലിയ ലക്ക് തന്നെയാണ്. അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. റിയലി ബിസി. ഇപ്പൊ ആർക്കാണ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു 10-12 ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു 10-14 ആക്ടേഴ്സ് ഉണ്ട് ഹീറോ ആയിട്ട് ചെയ്യുന്ന. അവർക്ക് ആർക്കും ഡേറ്റ് ഇല്ല. അവർക്ക് ആർക്കും ഇപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് അവർ എത്ര പടത്തിൽ അഭിനയിച്ചു, എത്ര പടം ഹിറ്റാണ്, എത്ര പടം ഫ്ലോപ്പ് ആണെന്നുള്ളത് കാര്യം പോലും ഇല്ല. അവർ ആർട്ടിസ്റ്റ് ആണോ? അവരെ യൂട്ടിലൈസ് ചെയ്യാൻ എന്തായാലും പറ്റും. ആർട്ടിസ്റ്റ് ആണെങ്കിൽ ജയപരാജയങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. കാരണം 1500-ൽ പുറത്ത് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പുറത്ത് കിടക്കുന്നു. ഇവർക്കൊക്കെ പടം ചെയ്യണം. അപ്പൊ ഒരു പടത്തിനകത്തോ അല്ലെ 10 പടത്തിനകത്തോ ഒരാള് ആർട്ടിസ്റ്റ് എന്ന് പ്രൂവ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയി കഴിഞ്ഞാലും അയാൾക്ക് ഇനിയും പടം വരും. കാരണം അയാളെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ള കാര്യം ഓൾറെഡി പ്രൂവൺ ആണ്. അപ്പം ഈ ബാക്കി നിൽക്കുന്ന ഡയറക്ടേഴ്സിനും റൈറ്റേഴ്സിനും ഓപ്ഷൻസ് വേറെ ഇല്ല. ഈ 15 പേരേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് പുതിയ ആളെന്നുള്ളൊരു സാധനം. അപ്പൊ മേ ബി ഒരു പടം ഹിറ്റ് ആക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് അതേ ഇതിൽ സംഭവിക്കുന്നുള്ളൊരു തോട്ടും അവിടെ കിടപ്പുണ്ട്. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടൈമിന്റെ കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ അവരുടെ ഒരു ബിസി ഇതുള്ളതുകൊണ്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്ററോ അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ ഡേറ്റിന്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ വേറെ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും പുതിയ വരുന്ന ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കഥ കേൾക്കാനോ സമയം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പല സമയത്തും ക്വാളിറ്റി കുറഞ്ഞ മൂവീസ് വരുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. പുതിയ ആൾക്കാർക്ക് ക്വാളിറ്റി ഉണ്ട്, പഴയ ആൾക്കാരുടെ ക്വാളിറ്റി എല്ലാം തീർന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ പ്രോജക്ട് ബേസിസിലാണ് പല കാര്യങ്ങളും ഇപ്പം നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എത്ര കിടിലം പരിപാടിയാണ് ഒരാളുടെ കയ്യിൽ, ഔട്ട്സൈഡർ ഒരു ബിഗിനറിന്റെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും അതിനു വേണ്ടി ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അവരുടെ കയ്യിലില്ല. അപ്പൊ അത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇപ്പൊ ഒരു പുതിയ റൈറ്ററിന്റെ കയ്യിൽ ഒരു ഗംഭീര പരിപാടി ഉണ്ടെന്ന് ആ റൈറ്ററിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സർക്കിളിന് പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ കോൺഫിഡൻസ് ഉള്ളൂ. അകത്തേക്ക് വരുമ്പോ ആ ഒരു ആളുടെ സാധനം എടുത്ത് ഇത് നോക്കാം, ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്നുള്ള അവരുടെ കയ്യിൽ ഓൾറെഡി നല്ലതെന്ന് തോന്നുന്ന 10 പ്രോജക്റ്റുകൾ വർക്ക് ചെയ്ത് വെക്കുന്ന അറിയാവുന്നവരുടെ കിടപ്പുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യുമെന്നാണ്. അല്ലെ പിന്നെ പ്രിസൈസ്ലി പുതിയ ടാലന്റിനെ മാത്രമാണ് നമ്മൾ അടുത്ത പ്രോജക്റ്റിലേക്ക് നോക്കുന്നത് എന്നൊരു ഡിസിഷൻ എടുക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ ഡിസിഷൻ?
ഇറ്റ്സ് എ റിസ്കി ഫാക്ടർ ഓൾസോ. എന്റെ അറിവിൽ തന്നെ പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് വരുന്ന സമയത്ത് അവര് അങ്ങനെ ഒരു പ്ലാനില് അവര് ഈ സ്ക്രിപ്റ്റ് നോക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാർ അത് റൈറ്റ് ഡിസിഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഗോവിന്ദ പോയി. ഇപ്പൊ അതേ മൈൻഡ് സെറ്റിൽ ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ പറയല്ല എനിക്ക് അടുത്ത പ്രോജക്റ്റ് ഞാൻ പുതിയ ടാലന്റിനെ കണ്ടെത്തി, അറ്റ്ലീസ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ പുതിയ ടാലന്റിനെ കണ്ടെത്തിയിട്ട് അവർക്കേ ചെയ്യുന്നുള്ളെന്നും പറഞ്ഞ് ആ പുള്ളി അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഈ ഇവരെ ഹണ്ട് ചെയ്ത് ലിസ്റ്റ് ഇട്ട് കൊണ്ടുവരാൻ ഒന്നും നടക്കത്തില്ല. അവരാരെങ്കിലും ഒരാളെ ആയിരിക്കും ഏൽപ്പിക്കുന്നു. അയാൾക്ക് കിട്ടുന്ന പ്രഷർ അത് വേറെ രീതിയിലായിരിക്കും. പല കൊമ്പന്മാരും അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഒരു പയ്യനുണ്ട് കേട്ടോ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ കലക്കുന്ന പരിപാടിയായി പോകും.